കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിനോദും ആകാശും കൂടെ പോവാണ്. അങ്ങനെ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വിനോദ് ആകാശിനോട് ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടേ വിനോദേ, വിനോദിന് ഈ ആരോഗ്യമന്ത്രി അൻസാരി ദാസിന്റെ ഹോസ്പിറ്റലിന്റെ ഷെയർ എത്രയാന്ന് ചോദിക്കുക. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ ആകാശ് ചോദിച്ചു, അതെന്താ അങ്ങനെ ചോദിച്ചു വിനോദെന്ന് ചോദിക്കുക. അല്ല ഞാൻ വെറുതെ ചോദിച്ചാ, എന്താ നീ എന്നെ വല്ല ഇൻകം ടാക്സിനെ കൊണ്ട് പിടിപ്പിക്കാനാണെന്ന് ആകാശ് ചോദിക്കുകയാണ്. എന്ത് ഇൻകം ടാക്സ് വിനോദേ? അതെ, ഇൻകം ടാക്സും ഈ പറയുന്ന CBIയും ED എല്ലാം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാരുടെ മുന്നിൽ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുള്ളൂ. കാരണം അവരൊക്കെ ഗേറ്റിന് പുറത്ത് നിൽക്കുള്ളൂ, ഗേറ്റിനകത്തേക്ക് കയറത്തില്ല. കാരണം അവർക്ക് ഗേറ്റിനകത്തേക്ക് കയറണമെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെ പെർമിഷൻ വേണമെന്ന് പറയണം. ഇത് കേട്ടതും ആകാശ് ഒന്ന് ചിരിച്ചു. പിന്നീട് വിനോദ് പറഞ്ഞു, ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയത്തില്ലാത്തോണ്ടാ, അല്ലെങ്കിൽ തന്നെ ഒന്ന് ഓർത്തു നോക്കി, ഇപ്പൊ എന്റെ പിള്ളേർ തന്നെ ഒരാളെ ഇല്ലാതാക്കിയിട്ട് വന്നിട്ട് ഞാൻ അവരെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുള്ളൂ. അതുപോലൊരു കേസിലെ ആതിരയുടെ കാര്യത്തിൽ നടന്നേന്ന് ചോദിക്കുക. ആതിരനെ രക്ഷിക്കാനായിട്ടല്ലോ നമ്മൾ ശ്രമിച്ചത്. കാരണം അവളൊരു കാരണവശാലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിള്ളേരകത്താവും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയാം. ഈ സമയം ആകാശ് പറഞ്ഞു, അന്ന് ഒരു കാര്യം ചെയ്താലോ, നമുക്കൊരു നാരങ്ങാവെള്ളം കുടിച്ചിട്ട് പോയാലോ നിൽക്കാം. ശരിയെന്ന് പറയണം. അങ്ങനെ അവരൊരു പെട്ടിക്കടയുടെ മുന്നിൽ നിർത്തുവാണ്. നാരങ്ങാവെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങി. പിന്നീട് വിനോദും ആകാശും തമ്മിൽ സംസാരിക്കുകയാണ്. ആ സമയത്ത് വിനോദിനോട് ആകാശ് ചോദിച്ചു, അല്ല ആ ഇഷിത ഡോക്ടറെ കൊടുക്കുന്ന കാര്യം എങ്ങനെയായി? അതൊക്കെ പ്ലാൻ നടന്നുകൊണ്ടിരിക്കുവല്ലേ. നമ്മളിപ്പം സ്വാധീനിച്ചിരിക്കുന്ന സിസ്റ്റർ ആൻസീനെയാണ്. അപ്പൊ സിസ്റ്റർ ആൻസി അതിന്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. ഫസ്റ്റ് ഡോസ് കൊടുത്തായിരുന്നല്ലോ, പിന്നെ സെക്കൻഡ് ഡോസ് അത് കൊടുത്തിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ നമുക്ക് മരണം ഉറപ്പിക്കാനായിട്ട് സാധിക്കും എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ആകാശ് പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ മരണം ഉറപ്പിക്കണമെന്ന് പറയാണ്. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചട്ടെ, ആ അശ്വതി ശർമ്മേനെ ഇല്ലാതാക്കേണ്ട കാര്യം എന്തായിരുന്നു? അതിന്റെ പിന്നിലെ പ്രചോദനം എന്തായാലും ചോദിക്കുക. ഇത് കേട്ടതും ആകാശ് പറഞ്ഞു, അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി. ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണം. ഡോക്ടർ ഇഷിത അവളെ എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കണമെന്ന് പറയാം. അതൊക്കെ ഞാൻ ഏറ്റു, എനിക്ക് വിട്ടു തന്നേക്കാം വിനോദ് പറയണം. അല്ല ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അന്ന് ഡോക്ടർ ഇഷിതേനെ തട്ടിക്കൊണ്ടു പോയില്ലേ കല്യാണ മണ്ഡപത്തിൽ വെച്ച്? പക്ഷേങ്കിൽ അന്ന് അവള് രക്ഷപ്പെട്ടു. അതിന്റെ പിന്നിൽ ആരാന്ന് മാത്രം ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ലെന്ന് ആകാശ് വിനോദിനോട് പറയാം. ഇത് കേട്ടതും വിനോദ് പറഞ്ഞു, അതിനെക്കുറിച്ച് ഞാനും ഒന്ന് അന്വേഷിച്ചായിരുന്നു. ആ ശോഭയുടെ ആൾക്കാരാന്ന് പറയണേ. ശോഭയുടെ ആൾക്കാരാ? അതെ, ശോഭി ജയിലിലാണെങ്കിലും അവന്റെ സെല്ലിൽ നിന്ന് 2-3 പേര് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവന്മാരാവാനാണ് ചാൻസ് എന്ന് പറയണം. അങ്ങനെ വരുമോന്ന് ചോദിക്കുക. അതെ അവന്മാര് തന്നെയാ. ഓഹോ, അങ്ങനെയാണെങ്കിൽ അവന്മാരെ അകത്ത് കയറിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ഇല്ല അവന്മാരെ അകത്ത് കയറിയിട്ടില്ല, പുറത്ത് തന്നെയാന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണമല്ലോ എന്ന് പറയണം. ഈ സമയം വിനോദ് ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഡോക്ടർ ഇഷിതേനായിട്ട് ഇത്ര ശത്രുതയുടെ കാര്യം എന്താ? അവരെ കൊടുക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. അത് പിന്നെ അവളെ കുടിക്കാൻ മാത്രം എനിക്ക് കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. പോരാത്തന് ഇപ്പോഴാ മഹേഷ് ചന്ദ്രൻ ഉള്ളതുകൊണ്ട് അവളെ കൊടുക്കുക അത്ര വലിയ എളുപ്പമുള്ള കാര്യമാണെന്ന് പറയാണ്. ഇത് കേട്ടിനിപ്പോ വിനോദ് പറഞ്ഞു, ഈ മഹേഷ് ചന്ദ്രൻ ആൾ അത്രയ്ക്ക് ഇതാണോ? അവനത്രയ്ക്ക് വലിയതൊന്നും ആയിട്ടല്ല. കാരണം അവനോട് എനിക്ക് ചില കാര്യങ്ങളും വാശിയും വൈരാഗ്യമൊക്കെ ഉണ്ടെന്ന് പറയണം. എന്താ അങ്ങനെ പറഞ്ഞു ആകാശനീയം? അതെന്താന്ന് വെച്ചാലുണ്ടല്ലോ, അവന് എന്റെ ഒരു ശത്രു തന്നെയാ. അവൻ എന്റെ കമ്പനിയിലെ വെറും ജീവനക്കാരനായിരുന്നു മുമ്പ്. പക്ഷെ അവന്റെ ഭാര്യ സുന്ദരിയായിരുന്നു. അവന്റെ ഭാര്യനെ ഞാൻ അങ്ങ് ലൈനാക്കി അവസാനം ഞാൻ അവളെ ഇങ്ങോട്ട് കൂടെ കൂട്ടി എന്റെ കൂടെ അങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പൊ എന്റെ കൂടെയുള്ള രചനയുണ്ടല്ലോ, അത് ആരാന്നറിയാവോ? അത് അവന്റെ ആദ്യ ഭാര്യ എന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വിനോദിന് നിയന്ത്രണം വിട്ടു. എടാന്ന് പറഞ്ഞുകൊണ്ട് ചെന്നിട്ട് ആകാശിന്റെ കോളർ അങ്ങോട്ട് കുത്തിപ്പിടിക്കുകയാണ്. ഒരു നിമിഷം ആകാശം ഞെട്ടിപ്പോയി. വിനോദ് എന്താ ചെയ്തതെന്ന് മനസ്സിലായില്ല. പെട്ടെന്ന് തന്നെ ആത്മനിയന്ത്രണം ഏറ്റെടുത്ത് വിനോദ് കൈയങ്ങ് പിടിച്ച് സോറി എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞങ്ങോട്ട് പോവാണ്. ആകാശിന് എന്താ സംഭവം എന്ന് പോലും മനസ്സിലായില്ല. വിനോദ് എന്തിനാ തന്റെ കോളറിനെ കുത്തിപ്പിടിച്ചതെന്ന് പോലും ആകാശിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പ്രിയാമണി രാവിലെ എഴുന്നേറ്റ് വന്നിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സുചിത്ര വന്നപ്പോ പ്രിയാമണി ചോദിച്ചു, അല്ല എന്ത് പറ്റിയെന്ന് നേരത്തെ? അല്ല ആ കർട്ടൻ ആരാ ഊരി മാറ്റിയെന്ന് ചോദിക്കുക ജനലിന്റെ. അതോ ഞാന് എടുത്തോണ്ട് കഴുകാനിട്ടു. എന്ത് പറ്റിയെന്ന് ചോദിക്കുക. എന്റെ ചിറ്റേ, ആ കർട്ടൻ ഇല്ലാത്തോണ്ടാണെങ്കിൽ അതിനകത്തൊരു സൂര്യപ്രകാശം കയറുമെന്ന് പറയാ. ആഹാ, അതെ ഇനി നാളെ മുതൽ ആ കർട്ടൻ അവിടെ ഉണ്ടാകത്തില്ല. കഴുകിയാലും ഞാൻ ആ മുറി കർട്ടൻ ഇടുന്നില്ല. അല്ലെങ്കിലേ നീയെ ഇപ്പോഴെങ്കിലും എഴുന്നേക്കത്തില്ല. സൂര്യപ്രകാശം തട്ടിയാലെങ്കിലും ഉച്ചയാകുമ്പോൾ എഴുന്നേക്കുല്ലോ ഓർത്തോണ്ടാ ഞാനത് കർട്ടൻ അഴിച്ചു മാറ്റിയെന്ന് പറയണം. ഇത് കേട്ടു പോ ചിറ്റേന്ന് പറഞ്ഞുകൊണ്ട് സുഹൃത്തിൽ അവിടെ ഇരിക്കുകയാണ്. പിന്നീട് സൂത്രഞ്ഞല്ല, എന്നോട് എന്ത് പറയാനുണ്ടെന്ന് തോന്നലോ ചിറ്റിക്ക്? കാര്യം എന്താ? അത് പിന്നെയുണ്ടല്ലോ, ഈ തവണത്തെ ആ മഹിളാ അസോസിയേഷൻകാരുണ്ടല്ലോ, കാര്യം എന്താന്ന് പറ. അവരൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ഗെയിമുണ്ട്. ആ ഗെയിമിൽ ഞാൻ പങ്കെടുക്കണം പോലും എന്ന് പറയണം.
ഗെയിമിൽ പങ്കെടുക്കാനോ? എന്ത് ഗെയിം? അതെന്തൊന്നും അറിയത്തില്ല. അത് മിക്കവാറും ആ സ്വപ്നവല്ലിയുടെ പണിയായിരിക്കും. ആ ഡ്രീം വല്ലി ഉണ്ടല്ലോ, അവളായിരിക്കും എനിക്കിട്ട് പണി തന്നിരിക്കുന്നത്. അവള് മിക്കവാറും എന്നെ തോൽപ്പിക്കാനുള്ള പരിപാടിയാ. അവൾ എന്തേലും കുതന്ത്രം ഒപ്പിക്കായിരിക്കും എന്ന് പറയാ. സുമിത്ര പറഞ്ഞു, അതാണോ? അതൊക്കെ നമുക്ക് ഈസി ആയിട്ടുള്ള കാര്യമല്ലേ. നമുക്ക് ആ ഡ്രീം വല്ലിയെ അങ്ങോട്ട് പൊളിച്ചടിക്കേക്കാന്ന് പറയണം. അത് ശരിയാ, എന്നോടൊപ്പം നീ നിൽക്കില്ലെന്ന് ചോദിക്കുക. അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ ചിറ്റേ? ഉറപ്പായിട്ടും ഞാൻ നിൽക്കുമെന്ന് പറയണം. അപ്പോഴേക്കും മാഷ് വന്നു. എന്താ രണ്ടുപേരും കൂടെ? അത് പിന്നെ ഉണ്ടല്ലോ, ഇതേ ഈ ചിറ്റ പറയാണ്, ഇവിടുത്തെ അസോസിയേഷൻ ഒരു ഗെയിം കൊടുത്തിട്ടുണ്ട്, ആ ഗെയിമിൽ പങ്കെടുക്കണമെന്ന്. അപ്പൊ ആ ഡ്രീം വല്ലിയാണ് പറഞ്ഞിരിക്കുന്നത് പോലും. ഡ്രീം വല്ലിയോ? അല്ല, സ്വപ്നവല്ലി അപ്പുറത്ത് നമ്മുടെ ഇഷയച്ചിയുടെ അമ്മായിമ്മ. ഓ, മനസ്സിലായി മനസ്സിലായി, ഇപ്പൊ അങ്ങനെ ആക്കിയോന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവരതിനെ കൂടി സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മാഷ് പറഞ്ഞു, അതെ എനിക്കൊരു ചായ വേണമെന്ന് പറയാം, ഇപ്പൊ തന്നെ എടുക്കാന്ന് പറയണം. അപ്പോഴേക്കും കഥവ് തുറന്ന് ഇഷിത വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ചായ വേണമെന്ന് പറയാം. ഇത് കേട്ടതും സുഹിത്ര പറഞ്ഞു, അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? ഇതേ ഇഷിതേച്ചിക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഇവിടെ ചായ സ്റ്റോക്ക് അല്ലേന്ന് ചോദിക്കുക. പിന്നീട് ഇഷിതയും കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയോട് പ്രിയാമണി ചോദിച്ചു, എങ്ങനെയുണ്ട് മോളെ? ചിപ്പിമോള് സുഖമാണോ? അവൾ എന്തേന്ന് ചോദിക്കണം. അവൾ സ്കൂളിൽ പോയെന്ന് പറയണം. അവൾക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ? അവള് ഹാപ്പി അല്ലേന്ന് ചോദിക്കണം. അതെ, ഹാപ്പിയാന്ന് പറയണം. ഇങ്ങനെ ഒരു അമ്മേനെ കിട്ടിയതിൽ അവൾക്ക് സന്തോഷമായിരിക്കും അല്ലേന്ന് മാഷി ചോദിക്കുക. അത് പിന്നെ സന്തോഷമല്ലായിരിക്കും, നല്ല സന്തോഷമാണെന്ന് പറയാ. ഇത് കേട്ട് സുഹിത്ര നിന്നിട്ട് ഇഷിതയോട് ചോദിച്ചു, അല്ല അങ്ങനെയാണ് ചിപ്പിമോടെ അച്ഛനോ ഇങ്ങനെ അമ്മേനെ കിട്ടിയ സന്തോഷമാണെന്ന് നിൽക്കും, ഒന്ന് പോടി അവിടുന്ന് എന്നും പറഞ്ഞുകൊണ്ട് സുഹിത്രയ്ക്ക് ഇട്ടിട്ട് പിച്ചു കൊടുക്കുകയാണ്. പിന്നീട് മാഷി ചോദിച്ചു, എങ്ങനെയുണ്ട് മോളെ അവിടുത്തെ ജീവിതം? കുഴപ്പമൊന്നും ഇല്ല അച്ഛാന്ന് പറയണം. അതെ, ഒരു കാര്യമുണ്ടെന്ന് പ്രിയാമണി പറയണം. നമ്മൾ ഇതിലായിട്ട് മറുവീട് കണ്ടില്ല. ചടങ്ങുകളൊക്കെ കല്യാണമൊക്കെ നടന്നു, അതിനുശേഷം മറുവീട് കാണുക എന്നൊരു ചടങ്ങുണ്ട്. അപ്പൊ ആ സമയത്ത് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയണം. ഇത് കേട്ടത് ഇഷിത പറഞ്ഞു, അതിന്റെ വല്ല കാര്യം ഉണ്ടോമേ? ഇല്ല മോളെ, അതല്ല, ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് മകേഷിനും ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയണം. അത് ചെറു റിസ്ക് ആയിരിക്കും. അതിനേക്കാളും ഭേദം ഒരു കാര്യം ചെയ്യാം, അവരെ ഇങ്ങോട്ട് വിളിക്കാന്ന് പറയണം മറുവീടിന് വേണ്ടിട്ട്. അത് ശരിയാ, വിളിക്കുന്ന നല്ല കാര്യമാ. പക്ഷെ അങ്ങനെ അവര് വരുവോ? അതൊന്നും കുഴപ്പമില്ല, ഞാൻ പറയാം. പിന്നെ മഹേഷിനോട് അമ്മയും അച്ഛനും കൂടെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാൻ പറയാം. അത് ഞാൻ ഏറ്റു. പിന്നെ വീട്ടിൽ പറയുന്ന കാര്യം ഞാൻ ഏറ്റെന്നൊക്കെ ഇഷ്ടത പറയാണ്. പിന്നെ ഫുഡിന്റെ കാര്യം, എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ അവൻ ഇഷ്ടപ്പെടില്ല അല്ലേന്ന് പ്രിയാമണി ചോദിക്കണം. അതെന്താ അങ്ങനെ ഒരു സംസാരം? അതിന്റെ ആവശ്യമൊന്നുമില്ല, മഹേഷിന് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും എന്ന് പറയണം. കാരണം ഈ ചടങ്ങ് നടത്തുന്നതിനോട് ചിലപ്പം സ്വപ്നവലിക്ക് ചിലപ്പോൾ എതിർപ്പായിരിക്കും എന്ന് പറയണം. എതിർക്കാനൊന്നും വഴിയില്ല, ഒന്ന് പറഞ്ഞു നോക്കട്ടെ, ചോദിച്ചു നോക്കട്ടെ, എന്താ അവരുടെ തീരുമാനം നമുക്കറിയത്തില്ലോ എന്നൊക്കെ പറയണം. ഈ സമയത്ത് സ്വപ്നവലിയുടെ അടുത്തേക്ക് മഞ്ജു വന്നിട്ട് പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാമേ, അവളുണ്ടല്ലോ, അവളെ കുഞ്ഞിനെ ചിപ്പിമോളെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. മനഃപൂർവ്വം അവള് അവനിൽ നിന്ന് മഹേഷിൽ നിന്ന് കൊച്ചിനെ അകറ്റാൻ ശ്രമിച്ചോണ്ടിരിക്കുക എന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവലി ചോദിച്ചു, അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? അല്ലമ്മേ, ഇന്നൊക്കെയാള് ഞാൻ കണ്ടൊരു കാര്യമുണ്ടെന്ന് പറയണ. അവള് ശരിയല്ല, ആള് ആ ഇഷിത ശരിയല്ലേ? അപ്പോഴേക്കും മാഷ് അങ്ങോട്ട് വരണം. എന്താ രണ്ടുപേരും കൂടെ ഒരു കുശലം പറച്ചില്? സ്വപ്നവലി പറഞ്ഞു, ആ ഇഷിത ശരിയല്ലെന്നാള് മഞ്ജുമ പറഞ്ഞെന്ന് പറയണം. എന്താ പറഞ്ഞേ? അതേന്നേ, ഇവള് പറയുന്നത് എന്താണെന്നറിയോ? പെട്ടെന്ന് മഞ്ജു പറഞ്ഞു, അതെ അച്ഛാ, ഇന്ന് തന്നെയാണെങ്കിലും രാവിലെ ചിപ്പിമോള് കുളിപ്പിക്കാണ്ട് പോയി നിൽക്കുകയാണ്. കുളിക്കാൻ പോയി നിൽക്കുന്ന സമയത്ത് അതെ ഡാഡി എന്നെ കുളിപ്പിക്കേണ്ട, അമ്മ കുളിപ്പിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് അവസാനം ഇഷ്ടതയ്ക്ക് ദേഷ്യം വന്നു. ഇഷ്ടത ചിപ്പിമോളെ അടിച്ചെന്ന് പറയണം. സത്യമാണ് നീ പറയണെന്ന് ചോദിക്കുക. സത്യം പറയണെന്ന് പറയാം. ദേ കള്ള വന്നെങ്ങാനും ഞാൻ അറിഞ്ഞിട്ടുണ്ടല്ലോ, എന്തിനാ ഞാൻ കള്ളം പറയണേ? ഞാൻ കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ലോ, എനിക്ക് എന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറയണം. ഇത് കേട്ടതും രാമനാഥൻ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇഷ്ടത ഇങ്ങോട്ട് വരട്ടെ, ഇഷ്ടതയുടെ ചോദിച്ചിട്ടുള്ളൂ. അല്ല ചാ, ചോദിക്കണം, നിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ചോദിക്കണം എന്ന് പറയാം. അല്ല അതിന്റെ കാര്യമൊന്നുമില്ല, അച്ഛന്റെ മനസ്സിലിരുന്നാ പോരെ ഇത്. അങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല മോളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പ തന്നെ ചോദിച്ചറിയണം എന്ന് പറയണം. അപ്പോഴേക്കും ഇഷിത അങ്ങോട്ട് കയറി വരുവാണ്. ഇഷിതയെ കണ്ടത് മാഷ് പറഞ്ഞു, അതെ ഇഷിതയുടെ പേരിൽ ഒരു കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയണേ. എന്റെ പേരിൽ എന്ത് കുറ്റം? അത് ആരോപിച്ചിരിക്കുന്ന ആളാരാന്നറിയോ? മഞ്ജിമയാന്ന് പറയണേ. അല്ല മഞ്ജിമച്ചിക്ക് എന്താ അറിയണ്ടേന്ന് ചോദിക്കണം. ഇത് കേട്ടതും രാമനാഥൻ പറഞ്ഞു, അത് പിന്നെ നീ ചിപ്പിമോളെ അടിച്ചെന്ന്, ചിപ്പിമോളെ അടിച്ചിട്ടുണ്ട്, അവൾ ഉപദ്രവിക്കുന്നുണ്ടെന്ന്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മഞ്ജു പറഞ്ഞു, ഞാൻ പറഞ്ഞത് ശരിയല്ലേ, തെറ്റൊന്നും അല്ലോ പറഞ്ഞെന്ന് ചോദിക്കണം. ഇഷിത പറഞ്ഞു, ഉറപ്പാണെന്ന് ചോദിക്കണം. ഉറപ്പായിട്ടുള്ള കാര്യമാണ്, ഞാനെന്തിനാ കള്ളത്തരം പറയണേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷിത പറഞ്ഞു, ഓ അങ്ങനെയാണോ, അന്ന് ഒരു കാര്യം ചെയ്യാം, അങ്ങനെ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് ഒരു കംപ്ലൈന്റ് കൊടുത്താരെ. മഞ്ജു മോണ്ടൊരു കംപ്ലൈന്റ് കൊടുക്കുക എനിക്കെതിരെ, അപ്പൊ പോലീസുകാർ അന്വേഷിക്കട്ടെ. പക്ഷെ കാര്യമുണ്ട്, അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും പോലീസുകാർ പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തി വെക്കും, നുണപരിശോധന അത് നടത്തുമെന്ന് പറയണം മഞ്ജു ചേച്ചി കിളി പറയുന്ന പോലെ എല്ലാം അങ്ങോട്ട് പറയുമെന്ന് പറയാം. അത് കേട്ടത് മഞ്ജുമയുടെ ഉള്ളിലൊരു ഞെട്ടലുണ്ടായി. പിന്നീട് ഇഷ്ടത ചോദിച്ചു, എങ്ങനെയാ ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്ന് ചോദിക്കും. അല്ല അത് പിന്നെ ഞാന് എന്ന് പറയണ, തല്ലിയിട്ടൊന്നുമില്ല, തല്ലുന്ന പോലെ കാണിച്ചോളെന്ന് പറയും. ഇത് കേട്ടെന്ന് രാമനാഥൻ ചോദിച്ചു, അല്ല മുമ്പേ തല്ലിന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നീ എന്താ തല്ലിയിട്ടുള്ളെന്ന് പോലെ? അല്ല അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞാന്ന് പറയണ.
നീ കൂടുതലൊന്നും പറയണ്ട എന്ന് പറയണ. ഇനി ഇതിനകത്തൊന്നും കൂടി മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഞ്ജുമ പറഞ്ഞു, അത് പിന്നെ അച്ഛാ അങ്ങനെയൊന്നും ഇല്ല, അവർ തമ്മിൽ വഴക്കുണ്ടാക്കി എന്നുള്ള ശരിയാണെന്ന് പറയണം. പെട്ടെന്ന് ഇഷിത് പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തി നോക്കാം. ഞാൻ അതിൻ്റെ വേള എക്യുപ്മെന്റ്സ് ഒക്കെ ഒന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാം. കുഴപ്പമില്ല, നമുക്ക് ആ ടെസ്റ്റ് നടത്തി നോക്കാന്ന് പറയാണ്. ഇത് കേട്ടത് മഞ്ജുമേന്ന് ഞെട്ടി. പെട്ടെന്ന് മഞ്ജു പറഞ്ഞു, അല്ല അത് പിന്നെ ഉണ്ടല്ലോ, അങ്ങനെയൊന്നും ഇല്ല, എനിക്കൊരു സംശയം തോന്നിയതാന്ന് പറയണം. ഓഹോ, അപ്പൊ സംശയമല്ലേ, എന്റെ മോൾ ഇങ്ങോട്ട് വരാൻ പറയണം. അങ്ങനെ മഞ്ജുമേനെ അടുത്തേക്ക് വിളിച്ചിട്ട് കർണത്തിനോട് ഒറ്റയാണം പൊട്ടിക്കാൻ തുടങ്ങണം. പെട്ടെന്ന് ഇഷിത അച്ചാന്ന് വിളിച്ചു. വേണ്ട അച്ചാന്ന് പറയണേ. ദേ നിന്നെ ഒരു ഞാൻ പറഞ്ഞേക്കുക, ദേ വീട്ടിലേക്ക് കയറി വന്ന മരുമകളെ അടിച്ചു ഓടിക്കാനാണ് നീ ഉള്ളും കൂടെ ശ്രമിക്കണേന്ന് ചോദിക്കുകയാണ്. ഇവിടെ സ്വപ്നവല്ലി പറഞ്ഞു, അല്ല രാമ, അത് പിന്നെ ഞാൻ ഒരക്ഷരം പോലും മിണ്ടിപ്പോയേക്കല്ലേ, പറയുന്ന കേട്ടല്ലോ. ഓരോന്നൊക്കെ ഒപ്പിച്ചോണ്ട് ഒരു തന്ത്രം ഒപ്പിച്ചോണ്ട് വന്നിരിക്കുന്നു പറയണം. നാണമില്ലാത്തങ്ങള് വന്ന് കയറിയ മരുമകളെ കൂടെ അടിച്ചിറക്കാനാണ് നീയൊക്കെ ശ്രമിക്കുന്നത്, നിന്റെയൊക്കെ മനസ്സിലെ വിചാരം എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചീത്ത പറയാണ് രാമനാഥൻ അവരെ. പിന്നീട് ഇഷിതയോട് പറഞ്ഞു, അതെ മോള് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്കാൻ പറയാണ്. ഈ സമയത്ത് മഹേഷ് ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. മഹേഷിന്റെ മനസ്സിലേക്ക് പല ചിന്തകളും കടന്നു വന്നു. അപ്പോഴേക്കുമാണ് രണ്ട് സ്റ്റാഫുകളും കൊണ്ടുവരുന്നത്. അവരെ കണ്ടത് മഹേഷ് വെച്ചു, കാര്യങ്ങളൊക്കെ നോക്കിയോ, ഈ തവണത്തെ നമ്മുടെ ഗ്രോത്ത് വളരെ കുറവായിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കമ്പനി മിക്കവാറും പൂട്ടേണ്ട വരും, നിനക്കൊക്കെ എന്താ ഒട്ടും പറഞ്ഞാൽ തലേ കയറത്തില്ലാത്തതെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ സാറേ ഞങ്ങള് മാക്സിമം ട്രൈ ചെയ്യാന്ന് പറയണേ. ട്രൈ ചെയ്താ പോരാ, നടപ്പിലാക്കണം, പറഞ്ഞു കേട്ടല്ലോ, ഇനി ഇങ്ങനെ ഒരു വാണിംഗ് ഉണ്ടാകത്തില്ല. ദേ ഇവിടെ ഇരിക്കുന്ന എനിക്ക് അതിൻ്റെതായ പ്രഷർ അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് ഇഷിത വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പ്രിയാമണിയെ കുറിച്ച് എങ്ങനെയായി കാര്യങ്ങളൊക്കെ, മറുവീടിന്റെ കാര്യങ്ങളൊക്കെ, അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, അയ്യോ അത് ഞാൻ സംസാരിക്കാൻ മറന്നുപോയെന്ന് പറയണ. ഞാൻ ഇപ്പൊ പോയി സംസാരിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇഷിത നേരെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. സ്വപ്നവല്ലിയോടും മഞ്ജുമയോടും ഈ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. പെട്ടെന്ന് സ്വപ്നവല്ലി പറഞ്ഞു, അതെ അതിന്റെ കാര്യമൊന്നുമില്ല, ഇപ്പൊ മറുവീട് കാണേണ്ട കാര്യമൊന്നുമില്ല, പിന്നെ അവിടുത്തെ സദ്യ അതൊക്കെ കഴിക്കാനായിട്ട് ആര് വരുന്നു പറയാണ്. രാമനാഥൻ പറഞ്ഞു, അതെ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, നീ പോണ്ട, ഒരു കാര്യം ചെയ്യ, മഹേഷും മോളും കൂടെ പൊയ്ക്കോളാൻ പറയണം. അതെങ്ങനെ അച്ഛൻ ശരിയാവുന്നേ, എല്ലാരെയും കൂടി അല്ലേ വിളിച്ചിരിക്കുന്നേ, അമ്മയ്ക്ക് അച്ഛനും ബുദ്ധിമുട്ടാവില്ലെന്ന് ചോദിക്കുക. പെട്ടെന്ന് സ്വപ്നവല്ലി പറഞ്ഞു, നിന്റെ അച്ഛനും അമ്മയ്ക്കും ബുദ്ധിമുട്ടായി ഞങ്ങൾക്ക് എന്താ കുഴപ്പമിരിക്കണേ. രാമനാഥൻ പറഞ്ഞു, സ്വപ്നം നീ ഒരു അക്ഷരം പോലും മിണ്ടിയേക്കല്ലെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത പറഞ്ഞു, അല്ല അത് പിന്നെ അമ്മ അതെ ഒരു കാര്യം ഞാൻ പറയാം, അവിടെ എന്തായിരിക്കും ഉണ്ടായിരിക്കുക, മസാല ദോശ വടേ സാമ്പാറും ചായയൊക്കെയല്ലേ ഉണ്ടായിരിക്കുന്നത്, അതെല്ലാം നിന്റെ അമ്മയല്ലേ ഉണ്ടാക്കണമെന്ന് നിൽക്കും. അതെ അമ്മ തന്നെ ഉണ്ടാക്കണേ, അന്നൊരു കാര്യം ചെയ്യാം, അവരോട് ഉണ്ടാക്കണ്ട, വല്ല ഹോട്ടലിൽ ഓർഡർ കൊടുക്കാൻ പറ, അതാകുമ്പോൾ വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് പറയണം. ഇഷിതയ്ക്ക് വല്ലാത്തൊരു സങ്കടമായിപ്പോയി. ഇഷിത പക്ഷെ ഒന്നും മിണ്ടിയില്ല. ശരിയെന്ന് പറയാണ് ഇഷിത. പിന്നീട് വീട്ടിലേക്ക് ചെല്ലുവാണ്. വീണ്ടും ചെന്നിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് ഞാൻ പ്രിയാമണി പറഞ്ഞു, അവരുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറയണം. ഈ സമയം മാഷ് പറഞ്ഞു, അല്ല മഹേഷിനോട് പറഞ്ഞു ഇതിനെക്കുറിച്ച്? ഇല്ല പറഞ്ഞില്ല. അന്നൊരു കാര്യം വിളിച്ചു പറ, നമുക്ക് ഇന്ന് തന്നെ ഏതും കൂടെ ആഘോഷിക്കാം, ഇന്ന് വൈകുന്നേരം ആഘോഷിക്കാന്ന് പറയണം. അല്ലച്ച എന്ത് വൈകുന്നേരം, ഇന്ന് വൈകുന്നേരത്തിന് എന്താ കുഴപ്പമിരിക്കണേ, ചടങ്ങുകളൊക്കെ നമ്മളിങ്ങനെ വെച്ച് താമസിപ്പിച്ചുകൂടാ, നേരത്തെ തന്നെ നടത്തണമെന്ന് പറയണം. മോളൊന്ന് മഹേഷിനെ വിളിക്കാൻ പറയണം. ആ സമയം മഹേഷ് ആകെപ്പാട് ടെൻഷനിലിരിക്കുകയാണ്. അപ്പോഴേക്കും ഇഷിതാരുടെ കോള് ചെല്ലുന്നത്. ഇവളെന്തിനാ പോലും ഈ സമയത്ത് വിളിക്കുന്നത്, നാശം, മനുഷ്യ ഭ്രാന്ത് പിടിപ്പിക്കാനെന്ന് പറഞ്ഞൊരു കോൾ അങ്ങോട്ട് കട്ട് ചെയ്യണം. ഇഷിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഇരിക്കുകയാണ്. ഇഷിതയുടെ ചുറ്റും മാഷും പ്രിയാമണി അവരൊക്കെ ഉണ്ട്, സുഹൃത്തിരൊക്കെ ഉണ്ട്. അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമെന്ന് ഇഷിതയ്ക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഇഷിത ഇരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.